ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, മോളെ നിനക്ക് സുഖാണോ? വന്ദന ഒരിക്കലും ഇനി പടിയേറൊന്ന് പ്രതീക്ഷിച്ചതല്ല. ഒരു കോടീശ്വരിയായ മരുമകൾക്ക് വേണ്ടി അച്ഛനും അപ്പച്ചയും കൂടി പരവതാനി വരെ വിരിച്ചതാ. ഏതായാലും എനിക്ക് സന്തോഷമായി വന്ദനെ. എന്ത് ചെയ്യാനാ ജിതേന്ദ്രൻ ചേട്ടാ? അപ്പച്ചിയും അച്ഛനും വിധിക്കുന്നത് ഒന്ന്, ദൈവം വിധിക്കുന്നത് മറ്റൊന്ന്. ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞ പെണ്ണിനെയും കൊണ്ട് എന്തിനാടാ നീ പഴി ചവിട്ടിയത്? ഈ വീട്ടിലെ വേലക്കാരിയായി നിൽക്കാൻ പോലും ഇവക്ക് യാതൊരു യോഗ്യതയില്ല. ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാറാണിയുടെ സ്ഥാനമാണ് വന്ദനയ്ക്കുള്ളത്. ഈ ലോകത്തിൽ അച്ഛനും അമ്മയും വന്ദനയും കഴിഞ്ഞ് മാത്രമേ മറ്റാരുള്ളൂ. അപ്പച്ചിയുടെ വാക്കുകൾ വേദവാക്യമായി കണ്ട് അനുസരിച്ച് അടിമയെ പോലെ ജീവിക്കുന്ന ഒരാളാണ് അച്ഛൻ. അച്ഛൻ എന്റെ മനസ്സിലുള്ള സ്ഥാനത്തിന്റെ മൂല്യം അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛന്റെ കഴുത്തിൽ കത്തിവെക്കാൻ വന്നാണോ നീ? എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അപ്പച്ചി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കുടുംബത്തിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ യഥാർത്ഥ അപ്പച്ചി അറിയാത്ത വ്യക്തി അച്ഛൻ മാത്രമാ. അതാണ് എന്റെ അച്ഛന്റെ അധപതനവും. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും അച്ഛന് ചുറ്റും കരിക്കൾ നിർത്തി അപ്പച്ചി അച്ഛനെ പൂട്ടിക്കളഞ്ഞു. ഓ, ആ പൂട്ട് പൊളിച്ച് അച്ഛനെ പുറത്താക്കാൻ വന്നായിരിക്കും ഈ മുടിയനായ പുത്രൻ. ജാമ്യമില്ലാ കേസിൽ അകത്തായ പ്രതിയെ പുറത്തിറക്കാൻ കഴിഞ്ഞ ജഗന് അതിനും കഴിഞ്ഞേക്കും. എന്താ വെല്ലുവിളികൾ വല്ലതും ഉണ്ടോ? അപ്പച്ചി, ചില നേരത്തെ ദേഷ്യം വന്ന് നിയന്ത്രണം വിട്ട് പോകുമ്പോ എന്റെ കണ്ണിലാകെ ഒരു പുകച്ചില. മുന്നിൽ നിൽക്കുക ആനയാണോ പൂച്ചയാണോ അപ്പച്ചിയാണോ എന്ന് ഞാൻ നോക്കില്ല. എടുത്ത് തലകുത്തിന് എറിയും ഞാൻ. ഇവളെ ഉപേക്ഷിക്കാത്തടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കുന്നതല്ല. ഈ വീട്ടിലൊരു സ്ഥാനമില്ലായിരിക്കാം, പക്ഷെ എന്നും എന്റെ അമ്മയുടെ മനസ്സിൽ ഈ മകനൊരു സ്ഥാനം ഉണ്ടാവും. അമ്മയുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. ഞാൻ വന്നത് അമ്മയുടെ കൈകൊണ്ട് കിട്ടുന്ന അല്പം ഭക്ഷണം കഴിക്കാനാ. എന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എന്റെ ഇടതു ഭാഗത്തായിട്ട് വന്ദനയുണ്ടാവും.